ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻസിന്റെ ഫേവറേറ്റ് ഡിഷായ പനീർ ബട്ടർ മസാല തയ്യാറാക്കിയാലോ. പനീർ ബട്ടർ മസാല തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 200 ഗ്രാം പനീർ, 100 ഗ്രാം ബട്ടർ, 50 ഗ്രാം കശുവണ്ടി പരിപ്പ്, അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് പേസ്റ്റ് ആക്കി അരച്ചെടുത്തത്, 5 നല്ല എരിവുള്ള പച്ചമുളക്, 1.5 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, ഇവ മൂന്നുകൂടി ചേർത്ത് പേസ്റ്റ് ആക്കിയത്, 2 മീഡിയം സൈസ് തക്കാളി പേസ്റ്റ് ആക്കി എടുത്തത്, 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് മല്ലിയില, കുറച്ച് മല്ലിയില. കടായി ചൂടാകുമ്പോഴേക്കും 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആകാൻ അനുവദിക്കുക. മെൽറ്റ് ആയതിനു ശേഷം 1/4 ടേബിൾ സ്പൂൺ ജീരകം ചേർക്കുക. അതിനുശേഷം 3 ഏലക്കായി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതൊന്ന് നന്നായി പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മുടെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. സവാള നല്ല ബ്രൗൺ ആവണ്ട, ഒരു ഇളം ബ്രൗൺ ആവുക, അത്ര നേരം ഇളക്കി കൊടുക്കുക. പേസ്റ്റ് എല്ലാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. സ്റ്റൗ എപ്പോഴും മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ. അതിലേക്ക് നമ്മൾ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ പനീർ മസാല, എവറസ്റ്റിന്റെ ഒക്കെ നല്ല പനീർ മസാല കിട്ടുന്നുണ്ട്, പനീർ മസാല ചേർക്കുക. ശേഷം നന്നായി ഇളക്കുക. ഒരു 1 മിനിറ്റ് നന്നായി മസാല ഇളക്കി യോജിപ്പിക്കുക. പനീർ മസാല റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട്, ഞാൻ എവറസ്റ്റിന്റെ ആണ് യൂസ് ചെയ്യുന്ന, നല്ല മസാലയാണ്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഒരു 2 മിനിറ്റോളം യോജിപ്പിച്ച് ആ മസാലയൊന്ന് ചൂടാകുന്നവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ മസാല റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1.5 ഗ്ലാസ് ചൂടാക്കിയ വെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടാക്കിയ വെള്ളം മാത്രമേ ചേർക്കാവൂ, പച്ചവെള്ളം ഒഴിക്കരുത്. എന്നിട്ട് നന്നായി ഇളക്കി ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും നമ്മൾ തിളച്ചു വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മുടെ പനീർ ക്യൂബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. ഇപ്പോൾ 5 മിനിറ്റ് പനീർ വെന്തിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് പനീർ ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ മസാലയും പനീറും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ ഉപ്പ് പാകമാണോ എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പ് ഏകദേശം പാകമായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റത്തെ കൂടി വേവാന് അടച്ചു വെക്കണം. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് വെന്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മിക്സ് ആയതിനു ശേഷം അതിന്റെ സ്വാദ് ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി 1 പിഞ്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കണം. കശുവണ്ടി പരിപ്പ് നമ്മുടെ പനീറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതാണ്. കശുവണ്ടി പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കശുവണ്ടി പരിപ്പ് അരച്ചത് ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നീട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് പതുക്കെ ഇളക്കി കൊടുക്കുക. മല്ലിയില നമ്മുടെ നോർത്ത് ഇന്ത്യൻ കറികൾക്കൊക്കെ നല്ലൊരു ഫ്ലേവർ തരുന്നതാണ്. പ്രത്യേകിച്ചും പനീർ കറിക്ക് നല്ല ഫ്ലേവർ തരും മല്ലിയില.
മല്ലിയില ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ ബട്ടർ ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കറി ഒന്ന് അടച്ചു വെക്കും. 1 മിനിറ്റത്തേക്കൊന്ന് അടച്ചു വെക്കും. 1 മിനിറ്റിന് ശേഷം നമ്മുടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അത് നമ്മുടെ പനീറിന്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കി കഴിയുമ്പോഴേക്കും ടേസ്റ്റിയായ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്.